ടൈപ്പ് 1 ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി പ്രമേഹബാധിതരായ കുട്ടികൾക്കായുള്ള സൗജന്യ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സെൻസസ് വിതരണ പരിപാടി ജൂലൈ 13-ന് വടകര ഷാദിമഹൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾ ജീവിതകാലം മുഴുവൻ ഇൻസുലിനെ ആശ്രയിച്ച് ജീവിക്കേണ്ടവരാണ്. ദിവസേന നിരവധി തവണ രക്തത്തിലെ ഗ്ലൂക്കോസ് നില പരിശോധിക്കുകയും ഇൻസുലിൻ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസവും അവർ അതിജീവിക്കുന്നത്. രോഗത്തോടൊപ്പം ജീവിക്കുന്ന ഈ കുഞ്ഞുങ്ങളും അവരുടെ കുടുംബവും വലിയ ശാരീരിക, മാനസിക, സാമ്പത്തിക വെല്ലുവിളികളാണ് നേരിടുന്നത്. ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് കൂടുതൽ സുരക്ഷിതവും ശാസ്ത്രീയവുമായ പ്രമേഹ നിയന്ത്രണം ഉറപ്പാക്കുന്നതിനായാണ് ജൂലൈ 13-ന് വടകര ഷാദിമഹലിൽ 200 ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സെൻസർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഏതാണ്ട് 4000-ന്റെ 5000-ന്റെ ഇടയിലാണ് ഒരു മോണിറ്ററിൻ്റെ റേറ്റ്. അതായത് വേറൊരു ഭാഷ പറഞ്ഞാൽ ഏതാണ്ട് ഒരു 10,000 രൂപയെങ്കിലും ചിലവ് വരും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് കൊണ്ട് റോട്ടറി ക്ലബ്ബ് ഓഫ് ത്രിപുരനും അതുപോലെ മലേഷ്യയിലെ റോട്ടറി ക്ലബിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതാണ്ട് കേരളത്തിലെ 1001 കുട്ടികൾക്ക് ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ ഡിവൈസ് കൊടുക്കാനുള്ള ഉദ്ഘാടന പരിപാടിയാണ് ഈ 13-ാം തീയതി ഷാദിമഹലിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തുന്നത്. അത് ഇവിടെ ഇപ്പം നമ്മുടെ വടകരയിലുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന 3 ജില്ലകളിലെ കുട്ടികളായിരിക്കും. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലയിലെ കുട്ടികൾക്കായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഓരോ ജില്ലകളിലും 2-3 ജില്ലകൾ എല്ലാവർക്കും ഒന്നിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം 3 ജില്ലകൾ ആയിട്ട് കൊടുത്തിട്ട് തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ അതും നമ്മളൊരു എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ അടുത്തും അതുപോലെ സർക്കാരിൻ്റെ അടുത്തും ഈ ഒരു എക്യുപ്മെൻറ്റ് കുട്ടികൾക്ക് എത്രമാത്രം ആവശ്യകത ഉണ്ട് എന്നുള്ളത് എത്തിക്കുക എന്നുള്ളൊരു സന്ദേശം കൊടുക്കുക എന്നുള്ളൊരു ഭാഗമായിട്ടാണ്. കാരണം ഇത് ഒരിക്കലും നമ്മൾ ഇതൊന്ന് കൊടുത്തത് കൊണ്ട് മാത്രം തികയില്ല. കാരണം ഈ കുട്ടികളുടെ ആവശ്യങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മെസ്സേജ് ഇങ്ങനൊരു 10,000-ഓളം വരുന്ന കുട്ടികൾ കേരളത്തിലുണ്ടെന്നും ഇവർക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള സഹായങ്ങൾ ആവശ്യമുണ്ട് എന്നതും സമൂഹത്തിൽ എത്തിക്കാൻ നിങ്ങൾ സഹായിക്കണമെന്നതും കൂടി അഭ്യർത്ഥിക്കാനാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം കൂടിയുണ്ട്. ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന കുട്ടികളാണ്. നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന കുട്ടികൾക്കും പലപ്പോഴും വെന്റിലേറ്റർ വരാകുന്ന കുട്ടികളുണ്ട്. കാരണം ഷുഗർ കൂടിയിട്ട് ഡയബറ്റിക് കീറ്റോസിഡോസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഷുറൻസ് കമ്പനിയും ഇവരെ ഏറ്റെടുക്കില്ല. കുട്ടി ടൈപ്പ് 1 ഡയബറ്റീസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ല. ഇൻഷുറൻസ് പ്രൈവറ്റ് ആയിക്കോട്ടെ, ഇപ്പം ഗവൺമെൻറ് തലത്തിലുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയിലും ഇവർ ഉൾപ്പെട്ടിട്ടില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ അഡ്മിറ്റ് ആകുന്ന കുട്ടികളിൽ പെട്ടതാണ് ഇവരും. അപ്പോൾ ഈ ഒരു സാഹചര്യം നമ്മൾ ജനങ്ങളുടെ എത്തിക്കുകയും അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഗവൺമെൻറ്റിൽ എത്തിക്കുകയും അതുവഴി എന്ത് ചെയ്യുക ഇതുപോലുള്ള ആനുകൂല്യം കിട്ടിയാൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള രാജ്യത്തുള്ള ശരാശരി ആയുസ്സിലേക്ക് 70, 80, 90 വയസ്സ് വരെ എത്തിക്കാൻ നമുക്ക് ഈ കുട്ടികളെ സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു പരിശ്രമം ഉണ്ടാകണമെന്ന് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.